തന്നെയാണ് പല പല പ്രശ്നങ്ങളിലായിട്ട്. ഇതിൽ ആദ്യത്തെ നമ്മുടെ ഒരു ഫോർച്ചുനേറ്റ് എന്ന് പറയുന്നത് അർജുൻ സാറിനെ ഇതിന്റെ മെയിൻ ക്യാരക്ടറിലേക്ക് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഞാനും കടൻഭായിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ അർജുൻ സാർ അല്ലാതെ വേറൊരാളെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല യഥാർത്ഥം. അപ്പൊ അങ്ങനെ അർജുൻ സാർ വന്നതോടുകൂടിയാണ് ഈ പടം ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക്, ആദ്യം ചെറിയൊരു പടമായിരുന്നു ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് അർജുൻ സാർ വന്നതോടുകൂടി പടം കുറച്ചൊരു വലിയൊരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ 100 കോഴ്സ് അല്ലെങ്കിൽ 50 കോഴ്സ് അങ്ങനെയൊന്നുമല്ല, ഒരു നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു മികച്ച ഒരു പടം, ഒരു ആക്ഷൻ ത്രില്ലർ, ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള, അതിലുപരിയായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന പല കാലങ്ങളിലായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു പ്രശ്നത്തെ നല്ല രീതിയിൽ ആ പടം അനാവരണം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതാണ് വിരുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിരുന്ന് എന്ന് പറയുന്ന മൂവി ഇതില് എല്ലാവരും, ഹരീഷ് ചേട്ടനായാലും മുകേഷ് ചേട്ടൻ, ബൈ ചേട്ടൻ, അതുപോലെ നിക്കി, അങ്ങനെ ധാരാളം മലയാള സിനിമയിലെയും തമിഴ് സിനിമയിലെയും ധാരാളം നടീനടന്ന നമ്മുടെ പടവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നല്ലൊരു പടമായിട്ട്, ഒരു വിരുന്നായിട്ട് തന്നെ പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാവരും ഓഗസ്റ്റ് 29-ാം തീയതി വേൾഡ് വൈഡ് റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് നമ്മളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുക. You are one of the few actors who has hits in all 4 languages: English, Kannada, Tamil, Telugu, and Malayalam. So, picking a Malayalam movie and working in our industry, what is something that you find peculiar? Is it the budget in which we work or the overtime we work? We still can only dream of a Mudalgan. We still don't have that much of budget when it comes to Malayalam cinema. So, what was one thing you found special when it comes to Malayalam industry? Why do you say so? No, Lucifer, they're making in a very big budget. There are so many movies. Even Kunyari Vaikam, it was like almost 100 crore budget movie. Malayalam industry, don't see this. It is big. People from outside, they are like awe about Malayalam film industry. You know, but the reason being the storytelling, the technicians they have. So, India coming here in Malayalam film industry. No. Okay. I don't have some budget. No. India budget கூட பெருசு பெரிய பட்ஜெட் பண்றாங்க இல்லையா? பண்றாங்க. நான் நீங்க பிறக்கிறதுக்கு முன்னாடியே மலையாள இண்டஸ்ட்ரியில பார்த்துட்டு தான் இருக்கேன். ஸோ எனக்கு புதுசு கிடையாது. அப்போ மலையாளம் ஃபேன்ஸ் நிறைய மக்கள் என்னை பார்த்துட்டு 1985 இருக்கு. ஸோ எனக்கு இது தமிழ் வேறு மலையாளம் வேறு அப்படிங்கிறதே கிடையாது. இட்ஸ் ஆல் as an actor, if there is something exciting, because the actors we know only that. Any other excitement in the different direction, language is not the barrier. So I don't see any very புதுசா மலையாளம் இண்டஸ்ட்ரி ஃபீல் அப்படின்னா கிடையாது. As good as mine. புரியுதா? மனசிலாகும். What made you say yes to Virunnum? Yeah, the subject, the way the director's confidence, and the characterization, and the elevation of the character. So all these things. So, Kanal sir, ഈ മലയാളത്തിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലാത്തൊരു കഥാപാത്രം ഈ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്ന് പറയുന്നത് ഈ അങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നതാണ് ശരിക്കും ഈ സിനിമയുടെ മൊത്തത്തിലുള്ള പുതുമ. എന്തായാലും ആളുകൾ ഇതുവരെ കാണാത്ത ഒരു ആക്ഷൻ ഡ്രാമയിൽ പുതിയതായിട്ടുള്ള സ്പോയിലേഴ്സ് ഇല്ലാതെ പറയണം. ഇല്ല, അങ്ങനെ ഇതിന്റെ ടോട്ടൽ കഥയാണ് ഇത് നിൽക്കുന്നത്. ക്യാരക്ടർ കഥ ലീഡ് ചെയ്യാൻ ക്യാരക്ടർ വന്നു. അദ്ദേഹം ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആണ് എന്നതിലുപരി
ആ ക്യാരക്ടറിന് അപ്പുറം സിനിമയുടെ പോകുന്ന റൂട്ട് സിനിമയാണ്, കൊമേഴ്സ്യൽ പടമാണ്, വളരെ ഫാസ്റ്റ് ബേസിൽ പറയാൻ അതിനൊന്ന് പോയി ആ കഥ പോയിട്ട് അവസാനിക്കുന്നത് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമില്ല. അപ്പൊ അത് തന്നെ അതാണ് ടോട്ടൽ കഥയുടെ ഒരു റൂട്ടാണ്. ഈ ആക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ആക്ഷൻ തിങ് അഭിനയിക്കുമ്പോൾ അതുകൊണ്ട് 2-3 ഫൈറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യണം അങ്ങനൊന്നുമില്ല. സിനിമയിൽ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നിട്ട് മാത്രമാണ് ഫൈറ്റ്. ഒരു ഫൈറ്റ് ഒരു ബിഗിനിങ്ങിൽ വന്നാലും അത് പിന്നീട് എടുത്ത് വന്ന് കറക്റ്റായിട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു കണക്ട് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം വളരെ കൃത്യമാണ്. അതിനു വേണ്ടിയിട്ടൊന്നും ഇതായിട്ടില്ല. ഇങ്ങനൊരു സബ്ജക്ട് ദിനേശ് പടത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒരുപാട് നമ്മൾ കുറച്ച് നാളായി ഈ പ്രോസസ് നടക്കുന്നത്. അതിനൊരു പ്രോജക്റ്റിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അനിൽ സാറിനെ പോലൊരാളെ കിട്ടിയപ്പോൾ അത് കുറച്ചുകൂടെ കഥയും കഥാപാത്രവും കഥയുമെല്ലാം കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ആയി എന്നുള്ളതാണ്. നോർമലി ഒരു കൊമേഴ്ഷ്യൽ ഫിലിം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോൺ സിനിമ ചെയ്യുമ്പോൾ അതിനകത്തൊരു മാസസാല എലിമെന്റ്സ് ഒക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. പാർക്കിൻസാറിനെ ടൈറ്റിൽ തന്നെ ആക്ഷൻ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മാത്രമല്ല 40 വർഷമായിട്ട് അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പം അത് സ്റ്റോറിയെ കോംപ്രമൈസ് ചെയ്യും. പല സൂപ്പർ താരങ്ങൾ വരുമ്പോഴേക്കും അവർക്ക് വേണ്ടി എലിമെന്റ്സ് ആഡ് ചെയ്യുമ്പോഴേക്കും സ്റ്റോറി എപ്പോഴും കോംപ്രമൈസ് ആയി പോകാറുണ്ട്. ഇതിലെങ്ങനെ കോംപ്രമൈസ് ആയി പോയിട്ടുണ്ടോ? ഇല്ല, ഇതിലൊന്നും കോംപ്രമൈസ് ആയിട്ടില്ല. വളരെ കൃത്യമായിട്ട് സാറിനോട് ആദ്യം പറഞ്ഞിരിക്കുന്ന സംഭവം തന്നെയാണ് നമ്മൾ ഫൈനൽ ചെയ്തത്. അത് സാറൊരു നല്ല ടെക്നീഷ്യനാണ്, ഒരുപാട് സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളതാണ്, റൈറ്ററാണ്. അപ്പോൾ പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം ഓരോ സീക്വൻസും ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് എന്താണെന്ന് പറയാനാണ്. അല്ലാതെ ഇപ്പം നമ്മൾ ഈ സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് അങ്ങനൊന്നുമില്ല. ഈ കഥയിൽ ആവശ്യമുള്ളൂ. പക്ഷെ അത് അങ്ങനെ ഒരു ആക്ഷനിലൂടെ പല സീക്വൻസ് പറയുന്നത് കൊണ്ട് സാറായതുകൊണ്ട് നമുക്ക് അത് സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കുന്ന കഥാപാത്രങ്ങളോട് അറിയാൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഈ സിനിമയിലെ കഥാപാത്രം ഒരുപാട് ഡിഫറെന്റ് ആണ്. എനിക്ക് കമ്മിറ്റ് ചെയ്യാൻ തോന്നി കാണുന്നതിനെ അതാണെന്ന് പറഞ്ഞിരുന്നു. എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ള കഥാപാത്രമാണ് ഇങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യണം അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം അങ്ങനെ ആഗ്രഹിക്കാൻ എനിക്ക് ഇയാളെ പരിചയപ്പെടുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജീവിതത്തിലൂടെയെങ്കിലും കണ്ടൊരാളാണ്. ഞാൻ ജീവിതത്തിലൂടെയും കാണാത്ത ഒരാളാണ് ഈ കഥാപാത്രം. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ കേട്ടിട്ടുണ്ട് മാത്രമുള്ള ആളുകൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഈ കഥാപാത്രം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയാളെ കൂടുതൽ ബന്ധിക്കുന്നത്. പിന്നെ അയാളിലേക്ക് കിടപ്പൊക്കെ ഉണ്ടായത് വളരെ ഡിഫറെൻ്റായിട്ടുള്ള മാനറിസം ഉണ്ടായിട്ടുള്ള മരക്കാരൻ മങ്ങാട്ടച്ഛൻ ആണല്ലോ, അതായത് അർജുൻ സർ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ അച്ഛനാണ്. ലക്ഷ്മി ഒരേ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കങ്ങളൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ പ്രസിദ്ധമാണ്. തൊട്ട് എല്ലാ സിനിമയിലെയും കഥാപാത്രങ്ങൾ അതിനുവേണ്ടി ഒരുക്കങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പം മരക്കാരന്റെ സമയത്ത് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. അതുകൊണ്ട് ചോദിക്കുന്നത് വിചാരിക്കുന്നു, ഒരു യോദ്ധാവിന്റെ അച്ഛനാവുക, യോദ്ധാവ് ആക്ഷൻ കിങ് ആയിട്ടുള്ള ഒരാളാവുക എന്ന് അറിയാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്, ഞാൻ അതിന് വേണ്ടിയിട്ട് ഇന്ന മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മരക്കാരന്റെ സമയത്ത് അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ. ഇല്ല, അങ്ങനെ മുന്നൊരുക്കങ്ങളെ കുറിച്ചുള്ള ചർച്ചയല്ല. അതിനേക്കാളും ഉപരി ആ കഥാപാത്രങ്ങൾ, 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ന സമയത്ത് എന്താണ് ഇയാളുടെ മൂഡ്, കാരണം അത് പറയാൻ കാരണം അയാൾക്ക് ഇങ്ങനൊരു കാര്യമുണ്ട് എന്നൊക്കെയുള്ള വിശദമായ ഒരു റിപ്പോർട്ടിംഗ് സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് വളരെ ഈസിയായി അതിലേക്ക് കടന്നു പോകുന്നതാണ്. മകനൊക്കെ ആയിട്ടുള്ള ചെറിയ കുട്ടിയൊക്കെ ആയിട്ടുള്ള ഒരു സിനിമ അതുകൊണ്ട് ആ ഒരു സൈലൻസ് ഒക്കെ ഇതിന് ശേഷമാണ് സിനിമ ഷൂട്ടിങ്. സംഗീതം പോലെ നമ്മളിലേക്ക് മൗനം അങ്ങനെ കടന്നു വരുന്ന ഒരു രീതി. ആക്ച്വലി ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ സിനിമയ്ക്ക് ഏറ്റവും ബെസ്റ്റ് പേര് വിരുന്ന് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഈ കഥയുമായി കണക്ട് ചെയ്ത് വലിയ വിരുന്നിലേക്ക് എത്തുന്ന ഒരു സംഭവമാണ്. അപ്പൊ വിരുന്നിനെ പറ്റി ഡീറ്റെയിൽ ഇപ്പൊ പറയാൻ പറ്റത്തില്ല. പക്ഷെ സിനിമയ്ക്ക് അകത്ത് സിനിമയുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ട ഒരു പേര് തന്നെയാണ് വിരുന്ന്.
You have directed over like 11 films, you have produced over like 15 films, and we are listening some news that next film under your production, under your script, that film is being directed by Kannan Thakur. Is that true? Say it again, please. Your next production in your own script after Martin, that film is being directed by Kannan Thakur. Is that true? Yeah, we have so many plans. இதுக்கு முன்னாடியே he was supposed to direct my production. அப்போ வந்து கொஞ்சம் ஹெல்த் இஷ்யூஸ்னால அவரால் பண்ண முடியல. Again he is back full action இறங்கியிருக்காரு. So we have so many things to plan. So ப்ராடக்டிவ் ஆகும்போது 100% எனக்கு தெரியும் எப்போ என்ன பண்ணணும். அது பெரிய ப்ரொடக்ஷனா? கதை என்ன கேட்குதோ அந்த மாதிரி கேரக்டி பெரிய ப்ரொடக்ஷன் தான் இருக்கு. பிகாஸ் ஹீ இஸ் ஒன் டைரக்டர் ஐ பிலீவ் அண்ட் ஐ ட்ரஸ்ட் தட் அவருடைய கேலிபர் வேற கேலிபர். அவர் சின்ன படம் தான் பண்ணிக்கிட்டு இருக்காரு. சரியான ஒரு கதை, சரியான ஒரு படம் ப்ராஜெக்ட் வந்ததுன்னா ஈஸி டேரக்டர் மச் பிக். இப்போ சின்னதுன்னு நான் சொல்றது